ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് വെച്ചാൽ, എങ്ങനെയാണ് ഒരു ബുക്ക് റീഡിങ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ബുക്ക് വായിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളമായ ബുക്ക് വായിച്ചു. സോ അപ്പം ആദ്യം തന്നെ എൻ്റെ ബുക്കിൻ്റെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ബുക്കുമായിട്ട് അറ്റാച്ച് ആയത്. ഇപ്പോൾ നിങ്ങൾ കാണുമ്പം എൻ്റെ ഒരു ബുക്കേ ഉള്ളൂ. ഇപ്പം കറൻറ്റ്ലി ഞാൻ എൻ്റെ വീട്ടിലല്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം കൂടുതലൊക്കെ ഞാൻ PDF ആണ് വായിക്കുന്നത്. കുറച്ചൊക്കെ മാത്രമേ 2-3 ബുക്കേ ഉള്ളൂ. പിന്നെ ഓക്കെ, അപ്പോൾ ഞാൻ പറയാം. അപ്പം ഞാൻ ആദ്യം എൻ്റെ ലൈഫിലേക്ക് ഞാൻ എൻ്റെ ബുക്ക് റീഡിങ് കൊണ്ടുവരുന്നത് കൊറോണ സമയത്തായിരുന്നു. കൊറോണ സമയമല്ല, പ്ലസ് ടുവിൽ ഞാൻ ഹോസ്റ്റലിലാണ് പഠിച്ചിരുന്നത്. പ്ലസ് ടു സമയത്ത് ഞങ്ങളെ ഹോസ്റ്റലിൽ നിന്ന് എല്ലാവരെയും കൊണ്ടുപോയി ഞങ്ങളൊരു ബുക്ക് സ്റ്റാൾ, അങ്ങനത്തെ സ്റ്റോളിൽ കൊണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ ആദ്യമായിട്ട് മേടിച്ചൊരു ബുക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. IAS ആകാൻ എങ്ങനത്തെ ആ ഒരു ബുക്കാണ് ഞാൻ ആദ്യം മേടിച്ചത്. കാരണം എനിക്ക് കറക്റ്റ് IAS ആവാന്നുള്ള എങ്ങനെ IAS ആവാൻ, അപ്പം ഒരു IAS ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹം IAS ഉദ്യോഗസ്ഥനായെന്നുള്ള ഒരു ഫുൾ ഇത്. അപ്പോൾ എങ്ങനെ അന്ന് എനിക്ക് പ്ലസ് ടു സമയത്ത് ഞാൻ ഹോസ്റ്റലിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പുറത്തോട്ട് വലിയ അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആ സമയത്ത് മുഴുവൻ ഞാൻ അങ്ങനെ. അപ്പോൾ ആദ്യമായിട്ടൊരു ബുക്ക് മേടിക്കുന്നത് ഞാൻ അങ്ങനെയാണ്. ആ ബുക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമുക്ക് പഠിക്കുന്ന സമയത്ത് പഠിക്കണമല്ലോ. അപ്പം നമുക്ക് സാറുമാരൊക്കെ ക്യാമറ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ നമ്മൾ സാറുമാരുടെ റൂമിൽ കണ്ടു. പക്ഷെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഇരിക്കണം എന്ന് പറയുന്നത്. പഠിക്കുകയോ ഇല്ല അതൊന്നും പറ്റില്ല, പക്ഷെ പഠിക്കണം, പക്ഷെ ഇരിക്കണം. അങ്ങനെ ഞാൻ വെച്ചാൽ എൻ്റെ ബുക്കിൻ്റെ അടിയിൽ ഞാൻ ഈ ബുക്ക് വെച്ചിട്ട് ഒരു 2-3 ദിവസം കൊണ്ട് ഈ ബുക്ക് മുഴുവൻ അടച്ച് കലക്കി ഞാൻ പഠിച്ചു. എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു. സോ അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ റീഡിങ് ഹാബിറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യത്തെ ബുക്ക് ഞാൻ വായിക്കുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ അടുത്ത 2-3 ബുക്ക്, മൂന്നാമത്തെ ബുക്ക് മേടിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞു. ഞാൻ കോളേജിൽ പ്ലസ് ടു കഴിഞ്ഞു. ഞാൻ പിന്നെ അങ്ങനെയൊക്കെ വന്നു. ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി ഞാൻ പോയി. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്താണ് പോയത്. അപ്പം അതും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് എന്നെ കണ്ടുപിടിച്ച് ഒറ്റയ്ക്ക് തന്നെ പോയ സമയമാണ്. അങ്ങനെ ഞാൻ ഒരു ദിവസം എൻ്റെ എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞ് വന്നപ്പം ഒരു ബുക്ക് സ്റ്റോൾ, അത് ഇങ്ങനെ നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ബുക്ക് സ്റ്റോൾസും ഇങ്ങനെയൊക്കെ പേപ്പർ ക്വാളിറ്റി ഒക്കെ ലോ ആയിട്ടുള്ള ബുക്ക് കിട്ടും. അപ്പം നമുക്ക് ഒറിജിനൽ ബുക്കിനേക്കാളും ഭയങ്കര വില കുറവിൽ കിട്ടും. അങ്ങനത്തെ ഒരു ബുക്ക് സ്റ്റോളിൽ നിന്നായിരുന്നു എൻ്റെ മൂന്നാമത്തെ ബുക്ക്. സോ രണ്ടാമത്തെ ബുക്ക് എന്ന് പറയുന്നത് എന്തുവായിരുന്നു, എനിക്ക് സത്യം പറഞ്ഞാൽ ബുക്ക് ഞാൻ വീട്ടിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ബുക്കെല്ലാം ഓരോന്നോരോന്ന് കാണിച്ചു തരായിരുന്നു. എനിക്ക് ഏതാ ബുക്ക് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. പക്ഷേ ഓക്കെ, മൂന്നാമത്തെ ബുക്ക് എനിക്ക് അങ്ങനെയായിരുന്നു തുടങ്ങിയത്. എനിക്കൊന്ന് തിങ്ക് ബിഗ് എന്ന് പറയുന്ന ഒരു ബുക്കും, പിന്നെ റിച്ച് ഡാഡ് പുവർ ഡാഡ്, ഈ 2 ബുക്കാണ് ഞാൻ അവിടുന്ന് ഒരുമിച്ച് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കോളേജ് തുടങ്ങി, പിന്നെ കൊറോണ വന്നു. പിന്നെ അവിടുന്ന് എൻ്റെ ഒരു തുടക്കമായിരുന്നു ഗൈസ്. ആ സമയത്ത് ഞാൻ ഇരുന്ന്, എൻ്റെ അന്ന് കുറച്ച് ഫണ്ട് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ട് എടുക്കുക, ഓർഡർ ചെയ്യുക, വരുത്തിക്കുക, വായിക്കുക, ഇത് തന്നെ പരിപാടി. അങ്ങനെ കൊറോണ സമയത്ത് വായിച്ച് തുടങ്ങി. അല്ലെങ്കിൽ കൊറോണ സമയത്ത് അല്ലെങ്കിൽ ആ 2 ബുക്കൊക്കെ വായിച്ച് തീർത്ത് ആ 2 ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് ശരിക്കും എൻ്റെ റീഡിങ് ഹാബിറ്റ്സ്. അങ്ങനെ കൊറോണ സമയത്ത് വന്നു. ഇപ്പം ഞാൻ എത്രത്തോളം ബുക്ക് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനൊരു ബുക്ക് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ഇവിടം തൊട്ട് ഇതിൻ്റെ അവസാനം വരെ ഞാൻ ഫുള്ളങ്ങ് വായിച്ചങ്ങ് എടുക്കുന്നതാണ്. അങ്ങനല്ലേ, ഞാൻ അത് ഞാൻ എങ്ങനെ വായിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇങ്ങനെ ഞാൻ കുറേ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ എടുത്ത് നോക്കുവാണെങ്കിൽ ഞാനൊരു 100, 150, 200 ബുക്കെങ്കിലും ഞാൻ വായിച്ചിട്ടുണ്ടാവും. എൻ്റെ വീട്ടിൽ അത്യാവശ്യമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഒരു 50% PDF-ഉം അല്ലെങ്കിൽ 50% എൻ്റെ ഓൺലൈനും 50% എൻ്റെ ഫിസിക്കലുമായിട്ട് ബുക്ക് ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെയായിരുന്നു എൻ്റെ വായനയുടെ ശീലം തുടങ്ങിയത്. കൊറോണ സമയമായിരുന്നു എല്ലാം. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ പ്ലസ് ടു പയ്യൻ്റെ കയ്യിലിരുന്ന ആ ഒരു IAS ബുക്കിൽ നിന്നാണ് തുടക്കം എൻ്റെ റീഡിങ് ഹാബിറ്റ്. ഓക്കെ, പിന്നെ അങ്ങനെ തുടങ്ങിയതാണ് എൻ്റെ. അപ്പം നിങ്ങൾക്ക് എങ്ങനെ റീഡിങ് ഹാബിറ്റ് തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആർക്കായാലും, ഇപ്പോൾ എന്തിന് റീഡിങ് ഹാബിറ്റ് തുടങ്ങണം എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു കാര്യം പറയാം. ഈ ഒരു ബുക്ക് ഇപ്പം ഷെയർ ലൈക്ക് അല്ല ഷോ യുവർ വർക്ക് എന്ന് പറയുന്ന ഈ ബുക്ക്. ഓക്കെ, സോ അതിനു മുമ്പ് എന്തിന് ഈ ബുക്കൊക്കെ, അല്ലെങ്കിൽ എന്തിന് ഈ ബുക്ക് വായിക്കണം എന്നുള്ളതുണ്ട്. സോ ഈ ഒരു ബുക്ക് നോക്കിക്കോ. ഈ ബുക്ക്
ഷോ യുവർ വർക്ക് എന്ന് പറയുന്നത് ഓസ്റ്റിൻ എന്ന ഒരു ഓതറിന്റെ ബുക്കാണിത്, ഷോ യുവർ വർക്ക് എന്ന് പറയുന്നത്. സോ ഈ ഒരു ബുക്ക് അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹത്തിന്റെ ഒരു ജീവിതകാലത്തിൽ മുഴുവൻ എക്സ്പീരിയൻസ് ആയിരിക്കും. അദ്ദേഹം എത്ര വർഷത്തെ ഒരു പ്രിപ്പറേഷന് ശേഷമായിരിക്കും ഓരോ ബുക്കും ഇറങ്ങുന്നത്. ഓക്കെ, അന്നത്തെ കാലത്തൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അല്ല, അദ്ദേഹത്തിന് അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പൊ നമ്മളൊരു ബുക്ക് വായിക്കുന്നത് ശരിക്കും എന്താണ്, അവരുടെ ഒരു ലൈഫിലെ എക്സ്പീരിയൻസും അവരുടെ ലൈഫിൽ നിന്നുള്ള അവർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും നമ്മൾ എടുക്കുകയാണ്. നമ്മളപ്പം നമ്മൾ പെയ്യെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഭയങ്കര സ്പീഡിൽ പോകാനായിട്ട് തുടങ്ങുകയാണ് നമുക്ക് ഈ ബുക്ക് റീഡിംഗ് കൊണ്ട്. കാരണം നമ്മുടെ മൈൻഡ് മാത്രമല്ല നമ്മൾ വായിക്കുന്നത്, നമ്മൾ പലരുടെയും, നമ്മുടെ ലോകമെമ്പാടുമുള്ള ഓതേഴ്സിൻ്റെയും മനസ്സിൽ കൂടെയും അവർ ചെയ്ത തെറ്റുകൾ, അവരുടെ എക്സ്പീരിയൻസുകൾ, അവർക്ക് എന്തൊക്കെ തോന്നുന്നുണ്ട്, അങ്ങനെ പല അവരുടെ കുറേ ടെക്നിക്കുകൾ, ഇങ്ങനെ ഒരു വലിയൊരു ലോകത്തേക്കായിരിക്കും നമ്മൾ കടന്നു വരുന്നത്. അപ്പം ഇതൊക്കെ എല്ലാം അങ്ങ് നമ്മൾ അന്ധമായി വിശ്വസിച്ച് നമ്മളങ്ങ് എല്ലാം എടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ലോജിക്കലി തോന്നുന്ന തരം നമ്മുടെ ലൈഫിൽ നമുക്കതെങ്ങനെ യൂസ് ചെയ്യാം. നമ്മുടെ ലൈഫിൽ ഇച്ചിരിയും കൂടെ നല്ല രീതിക്ക്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫ് ഇച്ചിരി ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഓരോരോ തിയറികൾ നമ്മളെ സഹായിക്കുന്നുണ്ടോ, അത് എടുക്കുക, ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അങ്ങനെ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, അപ്പം ബുക്ക് വായിക്കുന്ന കാര്യം വെച്ചാൽ പറഞ്ഞു, നമുക്ക് വളരെയധികം വലിയൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നമ്മളോട് എത്ര ഒരാളോട് നമ്മൾ സംസാരിച്ച അയാളുടെ എത്ര എക്സ്പീരിയൻസ് കിട്ടും അല്ലേ? ഒരാൾ സംസാരിച്ചത് നമുക്ക് എല്ലാ ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് നല്ല സമയമെടുത്ത് അദ്ദേഹം പ്രിപ്പയർ ചെയ്യുന്നൊരു ബുക്ക് നമ്മൾ വായിക്കുന്നു. ആ വായിക്കുന്നതിലൂടെ നമുക്ക് പല മെൻ്റൽ ഐഡിയാസ് കിട്ടും, മെൻ്റൽ മോഡൽസ് കിട്ടും. ഇങ്ങനെ വായിച്ച് നമുക്ക് എങ്ങനെ ലൈഫിലൊക്കെ ഇച്ചിരി കൂടെ ഒപ്റ്റിമൈസ് ആയിട്ട് ജീവിക്കുക, ഇച്ചിരി കൂടെ നമുക്ക് ഇച്ചിരി കൂടെ പല ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ കാണാൻ തുടങ്ങാം. ഇങ്ങനൊരു പ്രശ്നം വരുമ്പം നമുക്ക് അറിയാവുന്നൊരു പ്രശ്നം, നമുക്ക് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും നമ്മുടെ എക്സ്പീരിയൻസ് നമുക്കൊരു പ്രശ്നം ഇങ്ങനെ വരുമ്പോൾ, ഇങ്ങനെ സൊല്യൂഷൻ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് നമുക്കറിയാം. പക്ഷെ അതിനുപരി നമുക്ക് ഇതിനേക്കാളും നല്ലൊരു സൊല്യൂഷൻ നമുക്ക് അറിയാമെങ്കിൽ നമ്മളത് യൂസ് ചെയ്യത്തില്ലേ? സോ ബേസിക്കലി അതാണ് നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലംസോ ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ എന്ത് വരുമ്പോഴും അതിനെ നിങ്ങൾക്ക് അറിയാവുന്നതും നിങ്ങൾ വായിച്ചെടുത്ത് നിന്ന് നിങ്ങൾക്ക് അറിയാവുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാം, ഇത് ഇച്ചിരി ഒപ്റ്റിമൈസ്, അത് യൂസ് ചെയ്യാം. മനസ്സിലായി? ഇത് എപ്പോൾ യൂസ് ചെയ്യുമെന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെയാണ് ബുക്ക് റീഡിങ്ങിൻ്റെ ഒരു ഇത്. പിന്നെ ഈ ബുക്ക് റീഡിങ്ങിന് വലിയൊരു വേറെ സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇത് ഇങ്ങനെ വെറുതെ വായിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ബുക്ക് നമുക്ക് ആരെ കൊണ്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഈ ആദ്യത്തെ പേജ് അവസാനം വായിച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ സ്വയമായിട്ട് സന്തോഷിക്കുമ്പോൾ ഞാനിത് വായിച്ചു തീർത്തു, അതൊരു കാര്യമില്ല. ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു ബുക്കിൻ്റെ മേളിൽ നമ്മൾ എത്ര പെയ്യെ വായിച്ച് സമാധാനത്തോടെ വായിച്ച് അതിനെ മനസ്സിലാക്കി, നിങ്ങൾ ഒരു വർഷം ഒരു ബുക്കേ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. അല്ലാതെ ഒരു വർഷം നിങ്ങൾ 10 ബുക്ക് വായിക്കണമെന്നോ 5 ബുക്ക് വായിക്കണമെന്നൊന്നുമല്ല. നിങ്ങൾ ഒരു വർഷത്തിൽ ഒരു ബുക്ക് വായിച്ച് അതിന് പക്ഷെ ആ ബുക്കിനെ നിങ്ങൾ വായിച്ച് ഇച്ചിരി നല്ല രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഒരു ബുക്ക് ചുമ്മാ വായിച്ചിട്ട് കാര്യമില്ല, അത് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ അത് കാര്യമുള്ളൂ. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മൾ എന്തിനാണ് നമ്മൾ ബുക്ക് റീഡ് ചെയ്യുന്നത്? എൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് ബുക്ക് റീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, എന്തിനാണ് ബുക്ക് റീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം, എങ്ങനെയാണ് ഒരു ബുക്ക് വായിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാബിറ്റ് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഹാബിറ്റ് തുടങ്ങാൻ ഞാൻ കാര്യം പറഞ്ഞുതരാം. ജസ്റ്റ് ബേസിക്കലി നിങ്ങൾക്ക് ബുക്ക് വായിക്കണമെന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കും എല്ലാവർക്കും ഒരു സൈഡിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഞാൻ കൂടുതലും നോൺ ഫിക്ഷൻ ബുക്സ് ആണ് കാരണം എനിക്ക് കൂടുതലും ഇഷ്ടം സൈക്കോളജി, ലൈഫ്, ഓൺട്രപ്രണർ, സക്സസ്, ആ രീതിയിലേക്കുള്ള ബുക്സ് വായിക്കാനൊക്കെയാണ് എനിക്കിഷ്ടം. ഞാൻ ഓട്ടോബയോഗ്രാഫി കുറച്ചേ വായിച്ചുള്ളൂ, ഒത്തിരി പേരുടെ വായിച്ചിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഓൺലൈൻ ചെന്നിട്ട് ഇപ്പോൾ ഇഷ്ടമുള്ളൊരു ബുക്ക്, നിങ്ങൾക്ക് ഏരിയയിൽ ഇഷ്ടമുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, ആ ബുക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം അറിയാമോ? ഇതാണ് അതിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ കണ്ടൻസ് വരുന്നത്, ചാപ്റ്റേഴ്സ് വരുന്നത്. ഈ ചാപ്റ്റർ നിങ്ങൾ ഓരോന്നോരോന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രൈക്കിംഗ് ആവുന്ന ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ചാപ്റ്റർ നെയിം വരുന്നുണ്ടോ നോക്കുക. ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ടെൽ ഗുഡ് സ്റ്റോറീസ് എന്നൊരു ഇതെനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം, നേരെ അങ്ങോട്ട് പോവുക, അത് വായിക്കുക. മനസ്സിലായി? അതിനെ വായിച്ചാൽ അതെന്താണ് ഓതർ പറയാൻ നമ്മളോട് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ആ ഓതർ നമ്മളടുത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതെന്താണ് ഉദ്ദേശിക്കുന്നത് പഠിക്കുക, അതിനെ നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് എടുക്കാൻ പറ്റുമെന്ന്. ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങളിത് A to Z വായിക്കണം. ഞാൻ പറയട്ടെ, ഞാനൊരു ബുക്ക് പഠിച്ചത് വെറുതെ ഇരിപ്പുണ്ട്. ഒരു അറ്റോമിക് ഹാബിറ്റ്സ് അല്ല, അറ്റോമിക് ഹാബിറ്റ്സിൻ്റെ വേറെ
സംഭവമുണ്ട്. ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം, വേറൊരു ബുക്കുണ്ട്. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് ഓതേഴ്സിൻ്റെ പേരൊന്നും എൻ്റെ മനസ്സിൽ ഇരിക്കത്തില്ല. എനിക്ക് എപ്പോഴും എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഐഡിയാസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതാണ് ഞാൻ ഈ ബുക്കിൻ്റെ പേര് പറയുമ്പോൾ എപ്പോഴും ഞാൻ തപ്പുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എത്രേ ഉള്ളൂ, നിങ്ങൾ എത്ര ചെയ്യേണ്ട എത്രേ ഉള്ളൂ. നേരെ ഇങ്ങനെ പോവുക, കടന്നു പോവുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റർ വായിക്കുക, മനസ്സിലാക്കുക, അടുത്ത ഇതിന് ഒന്നുകൂടെ ഓടിക്കുക, ഇഷ്ടമുള്ള ഒന്നുകൂടെ എടുക്കുക. തുടക്കത്തിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബുക്കിനെ പെയ്യെ ഇഷ്ടപ്പെടുക, അല്ലാതെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്ക് എടുക്കുക, ഇഷ്ടമുള്ള ബുക്കിൻ്റെ മേളിൽ കണ്ടൻസ് എടുത്തിട്ട് അതിന് ഇഷ്ടമുള്ള ഇൻട്രസ്റ്റിങ് കിട്ടുന്നുണ്ടോ നോക്കുക, പെയ്യെ ബിൽഡ് ചെയ്ത് വരിക. അപ്പം ഞാൻ പറയുന്ന നിങ്ങൾക്ക് ഇപ്പോഴും കുറേ പേർക്ക് ഇനി സമയമുണ്ടോ, ഇനി സമയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ലേറ്റ് എന്ന് പറഞ്ഞ സംഭവമില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇന്ന് തുടങ്ങുക. നമുക്ക് എല്ലാവർക്കും അറിയാം, തുടങ്ങുമ്പോൾ ഇനി ഇത്രയും പോകണമല്ലോ എന്നൊരു ചെറിയൊരു നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു തോന്നും, ഇത്രയും ഇനി പോകണം, ഇത്രയും നോക്കണം. അത് നിങ്ങൾ മനസ്സിൽ വെക്കാണ്ട് ചുമ്മാ വായിച്ചു തുടങ്ങാം, ചുമ്മാ ഒരു രസത്തിന്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തുടങ്ങിയത് ഇത് വായിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞല്ല, ഇത് ഞാൻ ഉള്ളിൽ പോലും വെച്ചിട്ടില്ല ഞാൻ ഈ ബുക്ക് വായിക്കുമെന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് ബുക്ക് വായന എൻ്റെ ലൈഫിൽ ഭയങ്കര അധികം, ഞാൻ PDF ഒക്കെ ഭയങ്കര നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട്. കാരണം നമുക്കറിയാത്ത പലവരും ഇപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ്, നമ്മുടെ വേ ഓഫ് തിങ്കിങ്, അതുപോലെ ലൈഫിൽ നമ്മൾ ഇച്ചിരിയും കൂടെ എന്തായിരിക്കണം ലൈഫ്, ഇച്ചിരി കൂടെ നമുക്ക് എന്താണ്, നമുക്ക് എപ്പോഴും അറിയാം നമ്മുടെ ഈ പരിധിക്കുള്ളിലെ അറിവ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇടപെടുന്ന നെറ്റ്വർക്ക്സ്, അതിനപ്പുറം ഒരു ലോകം അറിയണമെങ്കിൽ, അതിൻ്റെ അപ്പുറം നമുക്ക് സാധ്യതകളും കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മൾ ബുക്ക് വായിക്കുക തന്നെ വേണം. ഇപ്പം എത്രയൊക്കെ പറഞ്ഞാലും ബുക്ക് ഇപ്പം ഈ നമ്മൾ എത്ര ടെക്നോളജി, നമ്മൾ എത്ര റീൽ യൂസ് ചെയ്ത് എത്ര ഇൻഫോർമേഷൻ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ശരിക്കും ഇൻഫോർമേഷൻ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ശരിക്കും നോളജ്, അല്ലെങ്കിൽ ശരിക്കും സ്പെസിഫിക് നോളജ് ഇരിക്കുന്നത് നിങ്ങൾ ബുക്സിലാണ്. കാരണം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർഷങ്ങളെടുത്ത സാധനത്തിൻ്റെ അതിൽ നിന്ന് 5-6 ഒരു പേജിൻ്റെ ഒരു സംഭവം എടുത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് അത് വായിച്ചാൽ നമുക്ക് ഒന്നും ആയിട്ടില്ല. നിങ്ങൾ ചുമ്മാ വായിക്കാം, നിങ്ങൾക്ക് ചുമ്മാ ഇത് ഇഷ്ടമുള്ള എടുത്ത് വായിക്കുക. സോ ബേസിക്കലി ഇതെന്താണ്, ഈ ബുക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ബേസിക്കലി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ, നമ്മൾ പല വർക്കും, ഇപ്പോൾ ആർട്ടിസ്റ്റുകാരുണ്ട്, ഇപ്പോൾ സിംഗേഴ്സ് ഉണ്ട്, നമ്മൾ ക്രിയേറ്റീവ്സ് എന്ന് പറയും. അതായത് ഇപ്പോൾ ആർട്ടിസ്റ്റുകാർ, അല്ലെങ്കിൽ ഈ കാർട്ടൂണിസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു പ്രൊഡക്റ്റ്. അതിപ്പോൾ എൻ്റെ രീതിക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്നത് ബ്ലോഗ്, ക്രിയേറ്റീവായി വരുന്നതേ ഉള്ളൂ, ക്രിയേറ്റീവായ ബ്ലോഗ്, അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള എൻ്റെ ഒരു പാട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡാൻസ്, അതൊക്കെ ഒരു ക്രിയേറ്റീവ് ആണല്ലോ. ഈ ക്രിയേറ്റീവ് വർക്കിന് എങ്ങനെ ഷോ ഓഫ്, അല്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവരിലേക്ക് ഇത് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഇത് എത്തിക്കാം, അത് എത്തിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് എത്തിച്ചതുകൊണ്ട് എന്താണ് ഗുണം, അത് എത്തിക്കുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന പല അമർഷങ്ങളുണ്ടാവുമല്ലോ, അത് എത്തിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യും, അതിൻ്റെയൊക്കെ വേ ഓഫ് തിങ്കിങ് മാറ്റിത്തരും. പിന്നെ എന്താണ് ശരിക്കും ഇത് ചെയ്യുന്നതിൻ്റെ ഗുണം. ഇപ്പം ഇതിൻ്റെ ഐഡിയ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഇങ്ങനെ നമ്മളിപ്പോൾ ബ്ലോഗ്സോ കാര്യങ്ങളോ നെറ്റ്വർക്ക് ഇടുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനകത്ത് ഓതർ പറയുന്നത്, നിങ്ങൾ അതിൻ്റെ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു സിമ്പിൾ സംഭവം പറയാം. ഇതിനകത്ത് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്, ഇപ്പം നിങ്ങൾക്ക് പലർക്കും ആഗ്രഹം കാണും, എനിക്ക് ഇന്ന രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, ഫാഷൻ്റെ രീതിക്ക് നിങ്ങൾ കണ്ടന്റ് ചെയ്യണമെന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ബ്യൂട്ടി ടൈപ്പ് കണ്ടന്റ്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഈ ചുറ്റും എല്ലാവരും ബ്യൂട്ടി ചെയ്യുന്നുണ്ട്, അപ്പം നിങ്ങൾക്കിനി സ്പേസ് ഇല്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഓതർ പറയുന്നത് ഇതാണ്, ആൾക്കാർ ഒരിക്കലും ചിന്തിക്കുന്ന ഒരിക്കലും നിങ്ങൾ അതിനകത്തുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് ഓൾറെഡി ഇങ്ങനെ ആൾക്കാർ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ഇനിയും നിങ്ങൾ വന്ന് എടുക്കത്തില്ല എന്നല്ല, അങ്ങനെയല്ല സംഭവം നടക്കുന്നത്. ശരിക്കും സംഭവം നടക്കുന്നത് വെച്ചാൽ, നിങ്ങൾക്കൊരു വേ ഓഫ് പ്രസൻറ്റിങ് ഉണ്ട്, അതിലാണ് ആൾക്കാർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായോ? നിങ്ങളെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ആ സ്റ്റൈലിനകത്ത്, ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന നീഷ് കാറ്റഗറിനകത്ത് ഓൾറെഡി ആളുണ്ട്, അതുകൊണ്ടല്ല, നിങ്ങൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അതിലാണ് കാര്യം. ആ പ്രസൻറ്റ് ചെയ്യുന്ന ഇതിൽ നിങ്ങൾക്ക് കുറേ അധികം ആൾക്കാർ, ഫാൻസ് ഉണ്ടാവും. നിങ്ങളുടെ ആ പ്രസൻറ്റിങ് സ്റ്റൈലിൽ ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ ഒബ്വിയസ്ലി ഫോളോ ചെയ്യും. ബേസിക്കലി ഇതെൻ്റെ ഒരു തിങ്കിങ് പ്രോസസ് മാറ്റി. ഞാനും ഒത്തിരി നാൾ വിചാരിച്ചിട്ടുണ്ട്, ഇപ്പം ഞാനൊരു കണ്ടന്റ് തുടങ്ങണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ നോക്കുമ്പോൾ കുറേ പേര് അതിനകത്തുണ്ട്. അങ്ങനെയാണ് എങ്ങനെയോ ഈ ബുക്ക് എൻ്റെ കയ്യിൽ എത്തുന്നത്. ഇത് ഞാൻ എവിടുന്നാണ് വാങ്ങിച്ചത്, ഞങ്ങളുടെ അവിടുത്തെ തന്നെ ഓണം ഫെസ്റ്റിന് നമ്മുടെ ബുക്ക് സ്റ്റോൾ വെക്കുമ്പോൾ അവിടുന്ന് മേടിച്ചാണ്, എൻ്റെ ചേച്ചി വാങ്ങിച്ചതാണ്. ഓക്കെ, അപ്പം ആ ഒരു വേ ഓഫ് തിങ്കിങ് മാറിയോ?
അത് ഞാൻ ഈ ബുക്ക് വായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ചോദിച്ചു ഇതിനകത്തൊക്കെ ഇതിനകത്ത് ഏത് നിഷ്ഠ നമ്മളൊക്കെ തുടങ്ങേണ്ട കാര്യമുണ്ട്. പക്ഷേ ഇത് മാറ്റിമറിച്ചു. ഈ ഒരു ബുക്ക് വായിച്ചപ്പം എനിക്ക് മനസ്സിലായി ഒരിക്കലും കണ്ടന്റിലല്ല ആൾക്കാരെ നോക്കുന്നത്, നമ്മളെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു. നമ്മുടെ പ്രസന്റിങ്ങിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിൽ ഇഷ്ടപ്പെടുന്നവർ കുറേ പേര് കാണും. അങ്ങനെ നിങ്ങളുടെ ലക്ഷ്യം നോക്കി ഫോൺ നമ്മൾ മൊബൈൽ നമ്മൾ എത്ര പേര് റിവ്യൂ ചെയ്യുന്നത്. ഈ കേരളത്തിൽ മുഴുവൻ ആൾക്കാർ കുറേ പേര് റിവ്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ റിവ്യൂകളിലൊക്കെ എല്ലാവർക്കും മിക്ക വ്യൂസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ പലർക്കും ഇപ്പോൾ ഷസാമിൻ്റെ ഒരു റിവ്യൂയിങ് കുറേ പേർക്ക് ഇഷ്ടമാണ്. വേ ഓഫ് പ്രസന്റിങ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവരുടെ കുറേ ഫാൻസ് ഉണ്ട്. ഇപ്പോൾ വേറെ ആൾ പക്ഷേ ഇപ്പോൾ ഫോർമലി പ്രൊഫഷണൽ ചെയ്യുന്നവർക്ക് അവർക്ക് ആ ടൈപ്പിലുള്ള പ്രസന്റ് ചെയ്യുന്നവർക്ക് ആ ടൈപ്പിലുള്ള ഫാൻസ് ഉണ്ടാവും. സോ ബേസിക്കലി ഇതാണ്, നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, നിങ്ങളായിട്ട് തന്നെ പ്രസന്റ് ചെയ്യുക. നിങ്ങളുടെ ആ പ്രസന്റേഷനിൽ കുറേ പേര് ഇഷ്ടപ്പെടുന്നവർ കുറേ പേര് കാണും. അവർ നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങളുടെ ഈ വ്ളോഗ് കണ്ടിട്ട് നിങ്ങളെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കലി എനിക്ക് ഇതിനകത്ത് നിന്ന് മാറ്റി തന്ന ഒരു സംഭവം. ബേസിക്കലി ഇങ്ങനെയാണ് എൻ്റെ ബുക്ക് വായന തുടങ്ങിയത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്കിനി ബുക്ക് മേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പം ജസ്റ്റ് ഓൺലൈനിൽ പോവുക, നിങ്ങൾക്ക് ഏത് നീഷാണ് ഇഷ്ടപ്പെടുന്നത് നോക്കുക. നിങ്ങൾക്ക് ഇന്ന നീഷ് വായിക്കണമെന്ന് താല്പര്യമുണ്ട്, ജസ്റ്റ് നെറ്റ് സെർച്ച് ചെയ്യുക, ബുക്ക് കിട്ടും. ജസ്റ്റ് ആ ബുക്കിൻ്റെ പേരും അതിൻ്റെ PDF ഫ്രീ എന്ന് എഴുതിക്കുമ്പോൾ അതിൻ്റെ ബുക്കിൻ്റെ PDF കിട്ടും. ചിലർക്ക് PDF വായിക്കാൻ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പറ്റുവാണെങ്കിൽ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു പറ്റുവാണെങ്കിൽ നിങ്ങളൊരു ബുക്ക് മേടിക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. പിന്നെ നിങ്ങൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. കാരണം എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ എപ്പോഴും സൂക്ഷിക്കും. ഞാൻ മേടിച്ചിട്ട് ഇതിനെ മേടിച്ചിട്ടില്ലേ ഞാൻ എപ്പോഴും ഇല്ല, ഞാൻ മേടിച്ച ബുക്കിൻ്റെ ഇങ്ങനെ ഡേറ്റ് എഴുതി വെക്കും. അപ്പോൾ എൻ്റെ വീട്ടിലെ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇത് ഇന്ന വർഷം, അപ്പോൾ എനിക്ക് കുറേ അധികം മെമ്മറീസ് എനിക്ക് കളക്ട് ചെയ്ത് കിട്ടും. ഇന്ന വർഷം ഇങ്ങനെ പോയപ്പോൾ മേടിച്ചതാണ്, ഇങ്ങനെയാണ് ഞാൻ മേടിച്ചതെന്നൊക്കെ എനിക്ക് കുറേ അധികം കിട്ടും. പിന്നെ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സാധനം, ഈ വായിച്ച സാധനം എന്താണെന്ന് അറിയാമോ, അതിനകത്ത് പ്രധാന സാധനമാണ് എല്ലാവരും അടയാളപ്പെടുത്തും. ഒബ്വിയസ്ലി എല്ലാവരും അടയാളപ്പെടുത്തും. എന്നിട്ട് തിരിഞ്ഞ് ഈ ബുക്കിലൊന്നും നോക്കത്തില്ല ഉറപ്പായിട്ടും. അപ്പം ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു സാധനം നിങ്ങൾക്ക് ഇപ്പം ഈ ബുക്ക് വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും ഗുണം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അറിയാമോ, ഈ ബുക്ക് വായിച്ച സാധനം നിങ്ങൾ ആരെങ്കിലും പഠിപ്പിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഫുള്ളായിട്ട് കയറുന്നത്. ഇപ്പം ഒരു ബുക്കിനെ സംഭവം അറിയണമെങ്കിൽ ജസ്റ്റ് വായിക്കുക. നിങ്ങൾക്കിനി അതിപ്പം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളത് എഴുതുക, റൈറ്റ് ചെയ്യുക. പക്ഷെ നിങ്ങൾക്കത് മാസ്റ്റർ ചെയ്യണമെങ്കിൽ, ആ ഒരു കൺസെപ്റ്റ് മാസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ടീച്ച് ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു സാധനം എടുത്തിട്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ പോയിന്റ് എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് എഴുതുക. എഴുതിയിട്ട് പറ്റുവാണെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിനോട് പറയണം, ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു ബുക്കിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഇൻസൈറ്റ് കിട്ടി, എങ്ങനെ ഉണ്ട് അതിനെക്കുറിച്ച് ജസ്റ്റ് വായിക്കുക. അപ്പോൾ ആ ഒരു സംഭവം ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഒബ്വിയസ്ലി നല്ലതായിരിക്കും, ബെറ്റർ ആയിരിക്കും, നിങ്ങൾക്ക് ഒത്തിരി നല്ല കാണും. ഞാൻ ഇപ്പോഴും പറയുന്നത് ഒരു വർഷം കൊണ്ട് 10 ബുക്ക് വായിക്കുന്നില്ല കാര്യം. ഒരു വർഷം എത്ര ബുക്ക് വായിക്കുന്നില്ലല്ല, എത്ര വായിച്ചത് എടുത്തിട്ട് നിങ്ങൾ എത്രമാത്രം ആക്ഷൻ എടുത്തു എന്ന കാര്യം. പിന്നെ ഒരിക്കലും ഇതിനകത്ത് ഒരുമാതിരി വായിച്ചു തുടങ്ങി അല്ലെങ്കിൽ അങ്ങ് അഡിക്റ്റ് ആയി പോകും. മീൻസ് അഡിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്ക് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന അറിയത്തില്ല, ഒരു അല്ലാത്തൊരു അഡിക്ഷനാണ് ഇത് ശരിക്കും. നമുക്ക് ഇങ്ങനെ ഭയങ്കരമായ ഇൻസൈറ്റ് കിട്ടുമ്പോൾ എമ്പടാന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ടും ഒരു ആഹാ മൊമെന്റ് നമുക്ക് കത്തും. ഇതിങ്ങനെ കിട്ടാൻ വേണ്ടി അതൊരു ഡോപ്പമൈൻ എഫക്റ്റ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ ഇനി വേറെ ഒരു ബുക്ക് മേടിക്കും. അവിടെ നിന്നൊക്കെ പിന്നെ നമുക്ക് ഡോപ്പമൈൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അവസാനം ഇതുണ്ടല്ലോ, ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ വായിച്ച് ഒരു ഇതായിപ്പോവും. അത് വേറൊരു രീതിയിലേക്ക് പോകും. അപ്പം വായിക്കുക, ജീവിതത്തിലേക്ക് ലൈഫിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കുക, അപ്ലൈ ചെയ്യുക, എന്നിട്ട് അടുത്ത ബുക്കിലേക്ക് 2-3 ബുക്കിലേക്ക് പോവുക. ഇങ്ങനെ പോവുക, ചുമ്മാ വായിച്ചിട്ടൊന്നും കാര്യമില്ല. സോ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു, പിന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗൈസ്, നിങ്ങളുടെ മുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് വായിക്കാൻ തുടങ്ങുന്ന ഈ സമയത്ത് നിങ്ങളോട് തന്നെ ഭയങ്കര ഹാർഷ് ആവാതിരിക്കുക, ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ടിരിക്കുക. ഒരു ബുക്ക് മേടിച്ചതുകൊണ്ട് എനിക്ക് A to Z വായിക്കണം ചിന്തിക്കുകയേ ചെയ്യരുത്. ഇഷ്ടമുള്ള വായിക്കുക. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരെ ബുദ്ധിപ്പിക്കാനാണ്? നിങ്ങളെ തന്നെ നിങ്ങളെ വേദനിപ്പിച്ചാൽ എങ്ങനെ? നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം, നിങ്ങൾക്ക് ഇനി വായിക്കാൻ പറ്റുന്നില്ല വായിക്കണ്ട, അല്ല വേറെ പണിയില്ല. ഇഷ്ടമുള്ളത് ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്നത് ഇഷ്ടമുള്ള ചെയ്യുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക. എന്തിനാണ് നമ്മുടെ ടൈം വെറുതെ നമ്മൾ നിങ്ങൾക്ക് വിഷമിച്ച് കളയേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ പെയ്യ. പിന്നെ അതും ഇനി വേണ്ട, എനിക്ക് ഇപ്പം ഇതിനെ ഇപ്പം ബുക്കിനകത്തൊക്കെ താല്പര്യമില്ല. ഫോണെങ്കിൽ PDF ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ ഇപ്പോൾ കുറേ അധികം സമ്മറീസ് കിട്ടും.
ബെസ്റ്റ് സാധനമാണ് അത്. ബെസ്റ്റ് വേണ്ടി തുടക്കക്കാർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സമ്മറീസ്, ഓൺലൈൻ സമ്മറീസ് നിങ്ങൾ കിട്ടും. ഓൺലൈൻ സമ്മറീസ് ജസ്റ്റ് ഇപ്പോൾ ഷോർ വർക്ക് നേരെ പോവുക, സമ്മറി നൽകുക, അതിൻ്റെ വീഡിയോ കിട്ടും, അല്ലെങ്കിൽ കണ്ടന്റ് കിട്ടും, ബ്ലോഗ് വായിക്കുക. അത് മനസ്സിലായി, അത് എങ്ങനെ അത് ഇഷ്ടപ്പെട്ട് അതിനെക്കുറിച്ച് ഡീപ്പ് ആവണമെങ്കിൽ ബുക്ക് മേടിക്കുക. ഇങ്ങനെ പല പല വഴികളാണ് നമുക്കുള്ളത്. സോ നിങ്ങൾ ഇതിൻ്റെ മേളിൽ ആക്ഷൻ എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ചെറുതായിട്ട് വായിച്ചു തുടങ്ങും. ചെറിയൊരു ഹാബിറ്റ് നമുക്ക് വരും തലമുറയിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഒരു ബുക്ക് നിങ്ങൾ ഭാഗമായിട്ട് മാറും. നിങ്ങളുടെ ഇനിയുള്ള ലൈഫിൽ നിങ്ങൾക്ക് കുറേ അധികം നിങ്ങളുടെ പ്രോബ്ലംസ്, നിങ്ങളുടെ ലൈഫിലെ ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങളുടെ മുമ്പിലുള്ള സാധ്യതകൾ, അങ്ങനെ പലതും നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് നല്ല രീതിക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയുള്ള എൻ്റെ വീഡിയോ. സോ ഈ വീഡിയോ കണ്ടിരിക്കുന്നവരെല്ലാവർക്കും നന്ദി.